രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം. ശരിക്കും പറഞ്ഞ ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ലൈറ്റൊക്കെ ഇട്ടിട്ട്. നമസ്കാരം. ഒരു ശബരിമല തീർത്ഥാടനം കൂടി അവസാനിക്കാൻ പോവുകയാണ്. ജനുവരി 15-നാണ് മകരവിളക്ക്. ഏതായാലും നമ്മൾ പറയും പോലെ സ്വർണ്ണപ്പാളി വിഷയം മാത്രമല്ല, ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്. കാരണം ഒരുപാട് ധനം വ്യയം ചെയ്തു പോകുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നു. അങ്ങനെ ഒരു വലിയ കാര്യം കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ ഭജന പുരകളൊക്കെയാണ്. ഞങ്ങൾ ഈ ഭജനപ്പുരയുടെ വാർത്ത ചെയ്യണമെന്ന് ഒരുപാട് ഭജനപ്പുരകളുണ്ടായിരുന്നു, വാർത്ത ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആ സമയത്താണ് യൂത്ത് ഫെസ്റ്റിവൽ ഇലക്ഷൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ വന്ന് തിരക്കിലായിപ്പോയി, ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞങ്ങൾ വന്ന വഴിക്ക് ഈ ഒരു ഭജനപ്പുരയുടെ ഉത്സവം കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, അത്രയും വലിയൊരു ഉത്സവം നടക്കുകയാണ്. എന്നും ഉണ്ട്. ചില ദിവസങ്ങളിൽ കാപ്പിയുണ്ട്, ചില ദിവസം കഞ്ഞിയുണ്ട്. എല്ലാം ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂട്ടായ്മയോട് കൂടെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എത്ര പേർ കൊടുത്താലും ഭക്ഷണം 2000, 3000, 4000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ ഇന്ന് കൊടുക്കാൻ പോണതും ഇന്ന് വൈകുന്നേരം കൊടുക്കാൻ പോണതും 12 മണിയിട്ട് നമുക്ക് അന്നദാനം തുടങ്ങുന്നത്. അവസാനിക്കില്ല ഇവിടെ ഇന്ന് പട ഇളക്കുന്ന ദിവസം കൂടിയാണ്. വൈകുന്നേരം ഭയങ്കര ആഘോഷമാണ്. കൈകൊട്ടിക്കളിയും ഭജൻസും എല്ലാം ഉണ്ടാകണം. ശരി. ഏതായാലും എനിക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. പാവരസ്വാമിയും അയ്യപ്പസ്വാമിയും ഒരുമിച്ചായിരിക്കുന്നത്. ഇത് ജാതിമത ഭേദമില്ലാതെ ആഘോഷിക്കുന്ന നമ്മുടെ ഉത്സവമാണ് ശബരിമല ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് ഈ അനാവശ്യമായ വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കിയവർക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ശബരിമല വിഷയമൊക്കെ ഒരു ഇലക്ഷനെ വരെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലായി. ഒരു പാട്ട് കൊണ്ട് ഇലക്ഷൻ ജയിച്ച ഒരു എന്താ പറയുക, ഒരു ഇലക്ഷനും കൂടിയായിരുന്നു ഇത്. ലോക ചരിത്രത്തിൽ മാത്രം ആദ്യമായിട്ടായിരിക്കും ഒരു പാട്ട് ഒരു ഇലക്ഷൻ ജയിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ ശശിമാരൊക്കെ വളരെ ആക്റ്റീവാണ്. നിങ്ങൾ ദിവസം ആക്റ്റീവാണ് അവിടെ? ദിവസം ആക്റ്റീവ് തന്നെ. വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്നില്ല? വീട്ടിൽ ഭക്ഷണമില്ല. കഞ്ഞി എല്ലാം കഞ്ഞി. രാവിലെ കാപ്പി ഇവിടുന്ന് തന്നെ കാപ്പി മേടിച്ചോണ്ട് പോകും. ഇവിടെ പിന്നെ നിങ്ങളെല്ലാം ഇവിടുത്തെ മെമ്പേഴ്സാണ്? എല്ലാ മെമ്പേഴ്സാണ് ഈ ഏരിയ മൊത്തം. ഒരു പക്ഷേ ഇത്രയും പേർക്ക് ഭക്ഷണം രാവിലെ കാപ്പി ഉച്ചയ്ക്കും രാത്രിയെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള ഒരു സംഘാടന മികവാണ് കാണാൻ കഴിയുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരം നേരത്തെ അല്ല, എല്ലാ ദിവസവും അങ്ങനെയില്ല. 7 മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരേ ഡ്രസ്സൊക്കെ അപ്പൊ അതിന് വേണ്ടി വൈകിട്ടാണ് കാണേണ്ടത്. സമയം കിട്ടുമെങ്കിൽ വരാൻ കേട്ടോ. 49-ാം ദിവസമായിട്ട് പൂർവാധികം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 9 വർഷമായി. അതിനു മുമ്പേ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ഭജനപ്പുരയാണത്. ഇപ്പോഴും അതിന് ഒരു കുറവും വരാതെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഭജന സമിതി ഉള്ള കാലവും ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ 48-49 ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്. നമ്മുടെ ഈ ഭജന സമിതി ഗ്രൂപ്പിൽ തന്നെ 49 അംഗങ്ങളാണ്ടുണ്ട്. ഈ ദിവസമായി ഇന്ന് വൈകുന്നേരത്തെ 6 മണി മുതൽ എല്ലാം ഡ്രസ് കോഡ് വരെ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഡ്രസ് കോഡ് വരെ ഉണ്ട്. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അന്നദാനമാണ് മഹാദാനം. സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയൊക്കെ ഉത്സവമാണ് ശബരിമല തീർത്ഥാടനം. ആ സമയം പ്രത്യേക ഒരു അന്തരീക്ഷം കൂടിയാണ് കേരളത്തിൽ. രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ.
തേടി